തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. സ്വയരക്ഷയ്ക്കുള്ള പ്രതിരോധത്തിനിടെ UAE പൗരൻ മരിക്കാനിടയായ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ദുബായ് അല്ലൈനിലെ അൽബദ്ബ ജയിലിൽ കഴിയുന്ന മകനെയോർത്ത് നിസ്സഹായതയിൽ വെന്തുരുകുകയാണ് തലശ്ശേരിയിൽ ഒരു മാതാവ്. തലശ്ശേരി വടക്കുംപാട് നെട്ടൂരിലെ തെക്കേപ്പറമ്പത്ത് അരങ്ങിലോട്ട് ലൈലിയാണ് 26-കാരനായ മകനെയോർത്ത് ആധിപരികി ഉറക്കം നഷ്ടപ്പെട്ട് കഴിയുന്നത്. ഇതുവരെ മുട്ടിയ വാതിലുകളിൽ ഏതെങ്കിലും ഒന്ന് തുറക്കുമോ എന്ന പ്രതീക്ഷയാണ് ലൈലയ്ക്കുള്ളത്. ലൈലയുടെ മകൻ മുഹമ്മദ് റിനാഷ് 2 വർഷത്തോളമായി ജയിലിൽ കഴിയുകയാണ്. കേസിൽ വധശിക്ഷ വിധിച്ചിട്ട് 6 മാസമായി. നമ്മുടെ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല. എൻ്റെ മോൻ്റെ കൈകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി. എൻ്റെ മോനെ നിരവധിയാ. എൻ്റെ മോനെ ഒന്നും അർപ്പണത്തൊരു മോനെ. വിധവയും രോഗിയുമായ തലശ്ശേരി വടക്കുംപാട് നെട്ടൂരിലെ തെക്കേപ്പറമ്പത്ത് അരങ്ങിലോട്ട് ലൈല മകൻ മുഹമ്മദ് റിനാഷിന്റെ ജീവനു വേണ്ടി പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി നീറിക്കഴിയുകയാണിന്ന്. റിനാഷ് 3 വർഷം മുമ്പാണ് ദുബായിലേക്ക് പോയത്. 1 കൊല്ലത്തോളം അവിടെ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തു. പിന്നീട് ദുബായ് അല്ലൈനിൽ ട്രാവൽ ഏജൻസിയിൽ ജോലി ചെയ്തു വരുന്നതിനിടെ 2023-ലാണ് കേസിനാസ്പദമായ സംഭവം. ഇന്ത്യൻ യുവതി വിവാഹം കഴിച്ച അറബിയുമായി റിനാഷിന് പരിചയമുണ്ടായിരുന്നു. അത്യാവശ്യം വീട്ടുസാധനങ്ങൾ വാങ്ങാൻ റിനാഷിനെയാണ് അറബി ആശ്രയിച്ചിരുന്നത്. ഇതനുസരിച്ച് ഒരിക്കൽ വീട്ടുസാധനങ്ങൾ വാങ്ങി അറബിയുടെ വീട്ടിലെത്തിയപ്പോൾ അറബി യാതൊരു കാരണവും കൂടാതെ റിനാഷിനെ ആക്രമിക്കുകയും കത്തികൊണ്ട് ദേഹമാസകലം മുറിവേൽപ്പിക്കുകയുമായിരുന്നു. രക്ഷപ്പെടാനുള്ള മൽപ്പിടുത്തത്തിനിടയിൽ അതേ കത്തികൊണ്ട് തന്നെ മുറിവേറ്റ UAE പൗരൻ മരണപ്പെട്ടു. നിലവിൽ 2 വർഷത്തോളമായി റിനാഷ് ജയിലിലാണ്. 6 മാസം മുമ്പാണ് റിനാഷ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി വധശിക്ഷ വിധിച്ചത്. നിയമസഹായത്തിന് ആരുമില്ലാതിരുന്നതാണ് ദുർവിധിക്ക് കാരണമെന്ന് റിനാഷിന്റെ കുടുംബം പറയുന്നു. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു റിനാഷ്. തളർന്നുപോയ മാതാവ് ലൈല നാളിതുവരെ യാതൊരു കുറ്റകൃത്യത്തിലും പെടാത്ത മകനെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കി കിട്ടാൻ ഇന്ത്യൻ എംബസി, കേരള മുഖ്യമന്ത്രി, സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ, ഷാഫി പറമ്പിൽ MP, മുൻ വിദേശകാര്യമന്ത്രി B മുരളീധരൻ തുടങ്ങിയവർക്കെല്ലാം സങ്കട ഹർജി നൽകിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഇടപെടലുണ്ടായാൽ മാത്രമേ യുവാവിനെ മോചിപ്പിക്കാൻ സാധിക്കൂ. എങ്ങനെയെങ്കിലും തന്റെ മകനെ രക്ഷപ്പെടുത്തണമെന്ന് ഈ മാതാവ് കണ്ണീരോടെ പറയുന്നു. എൻ്റെ മോൻ എപ്പോഴും സാധനം കൊണ്ട് പോകുന്നതല്ലേ. അതേപോലെ ഓൻ്റെ ഭാര്യ, അറബിൻ്റെ ഭാര്യ വിളിച്ചിട്ട് സാധനം കൊണ്ട് പോയതല്ലേ. അപ്പോൾ ഈ അറബിക്ക് എന്തോ തെറ്റിദ്ധാരണ എന്തെന്നായ നമ്മൾ അറബിക്ക് തൻ്റെ മോന് അറബിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അറബി പോയിട്ട് കത്തി എടുത്തിട്ട് ഇങ്ങനെ കുത്താൻ പറ്റിപ്പോയതാണ്. എൻ്റെ മോനെ കൊല്ലാൻ വന്ന് മോനെ മരിച്ചു. എൻ്റെ മോനും അറിയില്ല, അയാളും അറിയില്ല, അയാൾ മരിച്ചു പോകുന്നു. എൻ്റെ മോനും അറിയില്ല എൻ്റെ കൈ കൊണ്ട് ഞാൻ മരണം ഉണ്ടാവും. എൻ്റെ മോനാടുന്ന് മരിക്കേണ്ടതാണ്. അങ്ങനെ ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ എൻ്റെ മോനുള്ളത്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി.